പ്രിയ ദൈവത്തിലെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ചെയ്യാത്തൊരു കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ഹൃദയം വേദനിച്ചു എന്ന് വരാം. കൂടെ നിൽക്കും എന്ന് വിചാരിച്ചവർ പോലും നമുക്കെതിരെ തിരിഞ്ഞേക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും ആരും കൂടെയില്ലല്ലോ എന്നൊരു തോന്നൽ, ഇനി എന്തിനു ജീവിക്കണം എന്നൊരു ചിന്ത ശത്രുവായവൻ കൊണ്ടുവന്നിട്ടേക്കാം. എന്നാൽ ഇവിടെ നിന്ന് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ട് പേർ ചൊല്ലി വിളിച്ച് വേർതിരിച്ചൊരു ദൈവമുണ്ട്. കൂടെ നിന്നവർ കാര്യസാധ്യത്തിന് വേണ്ടി കാലുമാറിയപ്പോ മറ്റുള്ളവർ കുത്തുവാക്കുകൾ കൊണ്ട് നിങ്ങളെ മുറിവേൽപ്പിക്കുമ്പോൾ കണ്ടു ചിരിക്കുന്നവർ ഒത്തിരി പേരുണ്ടെങ്കിലും നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയ ഈ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ സാഹചര്യങ്ങളും എല്ലാവരും തള്ളിക്കളഞ്ഞാലും ഒരിക്കലും തള്ളിക്കളയാത്തൊരു ദൈവം കൂടെയുണ്ട് എന്ന് നിങ്ങളോട് തന്നെ ഒന്ന് പറയാൻ തുടങ്ങണം. കൂടെയുള്ളവർ ചുറ്റും നിന്ന് കുറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മറന്നുപോകില്ല. സാഹചര്യങ്ങളോ നിങ്ങളുടെ കൂടെയുള്ളവരോ ആരുമല്ല നിങ്ങളുടെ നാളെ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ നാളെ തീരുമാനിക്കുവാൻ കഴിവുള്ളവൻ ഇന്നും ജീവിക്കുന്നു. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഒന്ന് ഉറക്കേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവരെ കുറ്റം ചുമത്തുക എന്നത് ശത്രുവിന്റെ തന്ത്രമാണ്, സാത്താന്റെ തന്ത്രമാണ്. സാത്താനാൽ ഉപയോഗിക്കപ്പെടുന്നവരിൽ നമുക്കത് കാണുവാനും കഴിയും. ഇന്ന് നാം നമ്മോടൊന്ന് ചോദിക്കണം, നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴെങ്കിലും സാത്താൻ നമ്മെ ഉപയോഗിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്കെതിരെ അപവാദം പറയുവാൻ എന്റെ നാവിനെ ശത്രുവായവൻ ഉപയോഗിക്കുന്നോ എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊരാൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്കറിയാം നമ്മുടെ നാവിലൂടെ എന്താണ് പുറത്തു വരുന്നത് എന്ന്. തിരുത്തേണ്ട മേഖലകളെ തിരുത്തുവാൻ നാം തയ്യാറാകണം. തെറ്റിപ്പോയി എന്ന് തിരിച്ചറിയുമ്പോൾ ദൈവമേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അടുത്തു വന്ന് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുമ്പോഴാണ് യഥാർത്ഥമായ ദൈവസ്നേഹവും ദൈവിക കരുതലും നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാണെങ്കിലും ദൈവം മാനിക്കുന്ന, ദൈവം സ്നേഹിക്കുന്ന, ദൈവത്താൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിക്കെതിരെ നമ്മുടെ വായിൽ നിന്ന് വാക്കുകൾ വന്നിട്ടുണ്ട് എങ്കിൽ ഈ ദൈവത്തിന് മുമ്പാകെ തെറ്റിപ്പോയെന്ന് പറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കേണ്ടത് വളരെ അത്യാവശ്യം. ഒരുപക്ഷെ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവിക നന്മകൾ, ദൈവിക പദ്ധതികൾ നടക്കാതിരിക്കുവാൻ ഈ വാക്കുകൾ കാരണമായേക്കാം. ദൈവത്തിന്റെ മുമ്പാകെ നെടുമ്പാട് വീണ് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരഞ്ഞ് ക്ഷമാപണം പ്രാപിച്ച ഒരു വ്യക്തിക്കെതിരെ നാം സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം ദൈവത്തിനെതിരെയാണ് സംസാരിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ശത്രുവായവൻ അവന്റെ തന്ത്രങ്ങളാൽ നമ്മളെ ഒരു വിധത്തിലും കുടുക്കുവാൻ ഇടയാകരുത്. യേശുക്രിസ്തുവിന്റെ ഇഹലോക ജീവിതകാലത്ത് പലരും പലരുടെയും കുറ്റവും പറഞ്ഞ് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം നാം കാണുവാൻ കഴിയുന്നത് ആരെക്കുറിച്ചാണോ കുറ്റം പറഞ്ഞത് അവരോട് ചേർന്ന് നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. നാം സുവിശേഷങ്ങൾ എടുത്തു പഠിച്ച കുറ്റം ആരോപിച്ചു വരുന്ന ഒരു വ്യക്തിയെ പോലും യേശു എൻകറേജ് ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രിയ ദൈവത്തിലെ അപവാദത്തിന്, പരദൂഷണത്തിന് നമ്മുടെ നാവിനെ ഒരിക്കലും നാം വിട്ടുകൊടുക്കരുത്. കാരണം ദൈവിക അധികാരങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ് നമ്മുടെ നാവ്. അന്ധകാരത്തിന്റെ ശക്തികൾ എതിരെ വരുമ്പോ യേശുവിന്റെ നാമത്തിൽ മാറി നിൽക്കുക എന്ന് കൽപ്പിക്കാനുള്ളതാണ് നമ്മുടെ നാവ്. അധികാരങ്ങൾ കൈകാര്യം ചെയ്യേണ്ട നമ്മുടെ നാവിനെ ശത്രുവായവൻ അവനിഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കുവാൻ ശ്രമിക്കുമ്പോൾ നാം അതിനെ വിട്ടുകൊടുക്കരുത്. കാരണം ദൈവത്തിന് നമ്മെ കുറിച്ചെല്ലാം വ്യക്തമായ പദ്ധതിയുണ്ട്. അത് ഈ ദിവസങ്ങളിൽ നിറവേറുക തന്നെ ചെയ്യും. കള്ളസാക്ഷ്യത്തിന്റെ ഏറ്റവും വേദനാജനകമായ ഒരു ഉദാഹരണമാണ് യോസഫ്. സ്വന്തം സഹോദരന്മാർ അവനെതിരെ ഗൂഢാലോചന ചെയ്യുകയാണ്. ഒരു രീതിയിലുമുള്ള ഒരു പരിഗണനയും കൊടുക്കാതെ സ്വന്തം രക്തത്തെ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുന്നതും മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റുകളയുന്നതും വസ്ത്രം ഉരിഞ്ഞു വാങ്ങുന്നതും എല്ലാം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവം യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. പോത്തിഫറിന്റെ വീട്ടിലും ശത്രുവായവൻ യോസഫിനെതിരെ എഴുന്നേറ്റുവെങ്കിലും അവിടെയും വിശ്വസ്തയോടെ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സകലരും യോസഫിനെ മറക്കുമ്പോൾ കൂടെയുള്ള ദൈവം ഈ യോസഫിനെ മറന്നില്ല. ദൈവം കാണിച്ച ദർശനത്തിന്റെ നിവൃത്തിക്കായി അവനെ ഒരുക്കുകയായിരുന്നു. ഇന്ന് യേശുവിനോട് ചേർന്ന് ജീവിപ്പാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മുമ്പിൽ കടന്നു വരുന്ന ഒരു ശത്രുവിന്റെ തന്ത്രത്തിനും നിങ്ങളെ തകർക്കാൻ പറ്റുകയില്ല. യേശു നിങ്ങളോട് കൂടെ നിൽക്കും. ദൈവത്തിന്റെ പ്രവൃത്തി ദേശം കാണത്തക്ക വിധത്തിൽ നിങ്ങളിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ദൈവപ്രവൃത്തിക്കായി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്. സാഹചര്യങ്ങൾക്കപ്പുറത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവം കൂടെയുണ്ടെന്നേ. സ്തെഫാനോസിനെതിരെ കള്ളസാക്ഷികളെ നിർത്തി സ്തെഫാനോസിനെ വധിക്കാനായി ഒരുമ്പിടുമ്പോൾ അവർ വിചാരിച്ചു സ്തെഫാനോസിന്റെ മരണത്തോടെ സുവിശേഷ പ്രഘോഷണം നിൽക്കുമെന്ന്. എന്നാൽ ചരിത്രം വിളിച്ചു പറയുന്നു, സ്തെഫാനോസിന്റെ മരണത്തോടെ രാജ്യങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക് സുവിശേഷം പരക്കുവാനിടയായി. ദൈവം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലിട്ടിരിക്കുന്ന തീയെ മറ്റുള്ളവരുടെ പരിഹാസം കേൾക്കുമ്പോൾ, നിന്ന കേൾക്കുമ്പോൾ, അപവാദങ്ങൾ കേൾക്കുമ്പോൾ തണുത്തു പോകേണ്ടതല്ല. ജീവിതയാത്രയിൽ എല്ലാവരാലും തള്ളപ്പെടുമ്പോഴും
കൂടെ നിൽക്കുന്ന യേശുവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കണം. നിങ്ങളെ തള്ളിക്കളയാതെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിയണം. ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങളെ നിന്ദിക്കുന്നവരുടെ മധ്യേ നിങ്ങളെ മാനിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ദേശം കാണത്തക്ക വിധത്തിൽ പ്രിയ ദൈവത്തിലെ നിങ്ങൾ കാണും. നിങ്ങൾ അത് അനുഭവിക്കുവാൻ പോകുക. പ്രിയ ദൈവത്തിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തിരുക്കരങ്ങൾ തരിക. പിശാചിന്റെ കരത്തിലെ ആയുധമായി ഉപയോഗിക്കപ്പെടുവാൻ വിട്ടുകൊടുക്കാതെ ദൈവത്തിന്റെ കരത്തിലെ ആയുധമായി ഇവർ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിന്ദകൾ, പരിഹാസങ്ങൾ, മാറ്റി നിർത്തലുകൾ അനുഭവിക്കുമ്പോൾ അവിടെയെല്ലാം വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം തങ്ങളുടെ മക്കൾ തിരിച്ചറിയട്ടെ. ഇവരൊരു അനുഗ്രഹമാക്കണം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകലമാന മഹത്വം അങ്ങേക്ക്. സകലം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ ദൈവത്തിലെ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ കരുതുന്ന, മാറോട് ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ ധൈര്യമായിരിക്കണം. കരഞ്ഞു തീർക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. ദൈവിക കരുതൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കണം. സന്തോഷമായിരിക്കണം. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.